വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു നീണ്ട 8 മാസത്തിന് ശേഷമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ വീണ്ടെടുത്തത്. നമ്മൾ ഈദ് ഹോളിഡേ ഒക്കെ ആണല്ലോ, 2-3 ദിവസം ലീവ് കിട്ടിയപ്പം ഒമാനിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പാക്കേജസിൻ്റെ കൂടെയാണ് പോകുന്നത്. നമ്മൾ സെൽഫ് ഡ്രൈവ് അല്ല, അവരെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഒരു ബ്രേക്ക് എന്താണ് വന്നത്, വീണ്ടും ഒരു തിരിച്ചുവരവ് നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് ഒമാൻ ട്രിപ്പിനെ പറ്റി അറിയാം. നമുക്ക് പോകാനുള്ള ബസ് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളെയും കൂടി വെയിറ്റ് ചെയ്യാണ്. ഞാനടക്കം 39 പേരായിട്ട് നമ്മൾ ബസ്സിൻ്റെ ജേണി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുജൈറ വഴി ദിബ്ബ ബോർഡർ വഴിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. മൂന്നര മണിക്കൂറിന് ശേഷമുള്ള യാത്രയിൽ നമ്മൾ ഒമാനിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ബോർഡറിൻ്റെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, അവിടെ പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബോർഡറൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇവിടുന്ന് നമ്മൾ ട്രാൻസിറ്റ് ചെയ്ത് നമ്മുടെ ബസ് ഹാർബർ വരെയുള്ളൂ. അവിടുന്ന് നമ്മളോട്ട് ബോട്ടിലാണ് യാത്ര. നമ്മൾ ബോട്ടിനെ കവർ ചെയ്ത് 2 സ്പീഡ് ബോട്ടുകളുണ്ട്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. വെതർ കണ്ടീഷൻ ഇത്തിരി മോശമായിരുന്നു, നല്ല ചൂടാണ്. എന്നാലും നമുക്ക് ആ ഒരു ജേണി എല്ലാവരും ആക്റ്റീവ് ആയതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. അവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നായിരുന്നു, ജ്യൂസ്, വെള്ളം, അതൊക്കെ അൺലിമിറ്റഡ് ആണ്. നമുക്ക് എത്ര വേണേലും കുടിക്കായിരുന്നു. എല്ലാവരും ആ യാത്രയുടെ ക്ഷീണം മാറാൻ വേണ്ടി അത്യാവശ്യം ജ്യൂസൊക്കെ കഴിച്ചു. കടൽ യാത്രയിൽ പ്രധാനപ്പെട്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായിട്ടുള്ളത് നമുക്ക് ഗൈഡൻസ് തരുന്നുണ്ടായിരുന്നു യാത്രക്കിടയിൽ. The cave is entirely changing because of global warming. So each and every guest visiting Musandam, they are coming here and taking photos and all. It's a sightseeing area, limestone cave in Oman, Musandam, Dibba. Around 115 years before, when Portuguese ruling Oman, so many local Omani citizens, they are coming here and digging the stone for their construction purpose. They are building their farmhouse, villas, masjid, everything with the help of the stone. But nowadays, Oman government is considering it's a tourist spot by nature. That's why nobody have no right to cut any piece of stone from this place. Government is considering it's a sightseeing part. So you can take photos with this background, then we can go to our water activity area. പിന്നീട് അങ്ങോട്ട് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിലേക്കാണ് പോയത്. വളരെ മനോഹരമായിട്ടുള്ള, ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വാട്ടർ ആക്ടിവിറ്റീസാണ് നമുക്കവിടെ കിട്ടിയത്.
ആയാലും ഡൈവിങ് ആയാലും നമ്മുടെ ബീച്ചായാലും എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ അതിൻ്റെ ഏത് എക്സ്ട്രീം ലെവലാണോ അത്രയും സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവിടെ കളിക്കാനുള്ള ഒരവസരം നമുക്ക് ഈ ട്രിപ്പിലൂടെ കിട്ടി. കുട്ടികളും ഫാമിലികളടക്കം എല്ലാവരും വളരെ എൻജോയ് ചെയ്തു ആ ഒരു സമയം. സ്വിമ്മിങ് അറിയാത്ത ആളുകളെ പോലും നമ്മുടെ ടൂർ ഗൈഡുകൾ വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും ബോട്ടിൽ ചുറ്റും കറങ്ങുന്നുണ്ട്. ഒരാൾ നമുക്ക് ബോട്ടിനകത്ത് മുകളിൽ ഇരുന്നിട്ട് തന്നെ ചുറ്റും ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഡീപ്പ് വാട്ടർ ആക്ടിവിറ്റിക്ക് ശേഷം നമുക്ക് നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഡിന്നർ ആണ് അവരവിടെ വെച്ചത്. ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം സൺലൈറ്റ് കൂടുതലാണല്ലോ, രാത്രി കുറവും പകൽ കൂടുതലും അല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഡിന്നർ ആ വെള്ളത്തിൽ കളി കഴിഞ്ഞതിന് ശേഷമുള്ള വിശപ്പോട് കൂടിയിട്ടുള്ളൊരു ഡിന്നർ. സാധാരണ നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് ഡിന്നറും അതുപോലെ യാത്രയും എല്ലാം കൂടി ഒന്നും സെറ്റായിട്ട് കിട്ടാറില്ല. ഇതെല്ലാം കൂടി നമുക്ക് വളരെ എന്താ പറയുക, ആ ഫുഡ് പോലും ടേസ്റ്റിന് പോലും നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത്രയും നന്നായിട്ട് നമുക്ക് ആ ഫുഡ് കിട്ടി. നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. നമുക്ക് ബോർഡറിൽ എവിടെയും ഒരു ലേറ്റ് ആവേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. എത്രയും സമയം എങ്ങനെ പോയി എന്ന് തന്നെ മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. ക്യാമറാമാൻ ഷുഹൈബിനൊപ്പം നസീം മാമ്പറ്റ. അങ്ങനെ നമ്മൾ ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോരുത്തരും അവരുടെ സന്തോഷം നമുക്ക് ആ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ പറയുന്നത് കേൾക്കാം. ഈ സെയിം ടീമിൻ്റെ കൂടെ നമുക്ക് വീണ്ടും ട്രിപ്പ് പോകാൻ സത്യത്തിൽ നല്ല ആഗ്രഹമുണ്ട്. നല്ല സ്പിരിറ്റും, അതായത് നമുക്ക് സ്ട്രേഞ്ചേഴ്സ് വളരെയധികം ഫാമിലി പോലെ ആയ ഒരു ട്രിപ്പായിരുന്നു ഇത്. അപ്പം നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ഇതേപോലെ ട്രിപ്പ് പോകാൻ കഴിയുന്നുള്ളത്. യൂട്യൂബ് ചാനലുണ്ട്, ടിങ് ടിങ് അടിക്കണം അല്ലേ? ടിങ് ടിങ് അടിക്കണം. ഒന്ന് അങ്ങനെ ഡ്രൈവർ വണ്ടി എടുത്തോളൂ, നോ പ്രോബ്ലം. അത് ശരി, നിങ്ങൾ മാപ്പിളയും പെണ്ണുങ്ങളാന്ന് ഇപ്പൊ പറഞ്ഞറിയിക്കേണ്ടി വരുമല്ലോ. അവിടെ ഇവിടെ പോയിരുന്നിക്ക. ഇത് ഞങ്ങളെ രംഗണ്ണൻ. Say bye bye. Say bye bye. ഇവരെ പ്രത്യേകം എടുക്കണം. നിങ്ങൾ സൈഡായാലും എത്ര വേഗം.